ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. 56 ഇഞ്ച് നെഞ്ചളവിന്റെ കണക്കും പറഞ്ഞ് തങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെല്ലാം ബില്ലുകളാക്കി നടപ്പിലാക്കിയതിന്റെ ആത്മവിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ചതാണ് പുതിയ പൗരത്വ ഭേദഗതി നിയമം നടപ്പിൽ വരുത്താൻ. എന്നാൽ ഈ വിഷയത്തിൽ മാത്രം കേന്ദ്ര സർക്കാർ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും അതെല്ലാം 8 നിലയിൽ പൊട്ടുകയാണ്. ഐ റിജക്ട് CAA എന്ന ഹാഷ്ടാഗിനെ മറികടക്കാനായി കൊണ്ടുവന്ന ഐ സപ്പോർട്ട് CAA എന്ന ഹാഷ്ടാഗ് ട്വിറ്ററിൽ മഷിയിട്ട് നോക്കിയാലും കാണാൻ സാധിക്കുന്നില്ല. ഇങ്ങ് കേരളത്തിൽ ശബരിമല വിഷയത്തിൽ തങ്ങൾക്കൊപ്പം തെരുവിലിറങ്ങിയവരെല്ലാം തങ്ങളുടെ വോട്ട് ബാങ്കാണെന്ന് തെറ്റിദ്ധരിച്ച് ജനജാഗ്രതാ സദസ്സ് നടത്തിയവർക്ക് ആളൊഴിഞ്ഞ കസേരകൾ മാത്രമാണ് കാണാൻ സാധിച്ചത്. ഏറ്റവും ഒടുവിൽ വളരെ ആത്മവിശ്വാസത്തോടെ കൊണ്ടുവന്ന സർവേ ഫലം തങ്ങൾക്കെതിരായപ്പോൾ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് മുങ്ങിയിരിക്കുകയാണ് ജഗ്ഗി വാസുദേവിന്റെ സംഘടന. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി നടക്കുന്ന പ്രതിഷേധങ്ങൾ ന്യായമാണോ എന്ന ചോദ്യത്തിലാണ് പോൾ നടത്തിയത്. ഈ ചോദ്യത്തിൽ 63% ആളുകളും പ്രതിഷേധത്തെ ന്യായീകരിച്ച് രംഗത്തെത്തിയപ്പോൾ തന്നെ അപകടം മനസ്സിലാക്കിയ ജഗ്ഗി വാസുദേവിന്റെ ഇഷ ഫൗണ്ടേഷൻ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് മുങ്ങുകയായിരുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിൽ നടത്തിയ ഓൺലൈൻ പോൾ കേന്ദ്ര സർക്കാരിനെതിരായപ്പോൾ ഡിലീറ്റ് ചെയ്ത് ജഗ്ഗി വാസുദേവിന്റെ ഇഷ ഫൗണ്ടേഷൻ. ഡിസംബർ 30 നടത്തിയ പോൾ ഇന്ന് ഫൗണ്ടേഷന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ ഇല്ലെങ്കിലും ഇതിന്റെ സ്ക്രീൻഷോട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തിനും NRCക്കുമെതിരായ പ്രതിഷേധം ന്യായമാണെന്ന് കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിലായിരുന്നു പോൾ നടത്തിയത്. 63% പേരാണ് പ്രതിഷേധങ്ങളെ പിന്തുണച്ച് വോട്ട് ചെയ്തത്. 37% മാത്രമാണ് പ്രതിഷേധങ്ങൾക്ക് എതിരെ രംഗത്തെത്തിയത്. കാര്യം കൈവിട്ടു പോകുമെന്ന പ്രതീതി വന്നപ്പോൾ തന്നെ ഇഷ ഫൗണ്ടേഷൻ പോൾ ഡിലീറ്റ് ചെയ്തിരുന്നു. പൗരത്വ ഭേദഗതി നിയമം NRC വിഷയങ്ങളിൽ ഡെക്കാൻ ക്രോണിക്കിളും അഭിപ്രായ സർവേ നടത്തിയിരുന്നു. ഡിസംബർ 17 തുടങ്ങിയ പോളിന്റെ ഫലം പുറത്തു വന്നപ്പോൾ 64% പേരും പൗരത്വ ഭേദഗതി ബില്ലിനെയും NRCയെയും എതിർത്തിരുന്നു. 36% പേർ മാത്രമാണ് അനുകൂലിച്ചത്. 6.57 ലക്ഷം ആളുകളാണ് വോട്ട് ചെയ്തത്. പൗരത്വ ഭേദഗതി ബില്ലിനും NRCയിലും എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് ചോദിച്ചായിരുന്നു പോൾ. പിന്തുണയ്ക്കുക, എതിർക്കുക എന്നീ 2 ഓപ്ഷനുകളും അന്ന് ഉണ്ടായിരുന്നു. വോട്ടിംഗ് കൂടാതെ പോളിന്റെ കമന്റ് ബോക്സിലും 1 ലക്ഷത്തിലധികം പ്രതികരണങ്ങളാണ് വന്നിരുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.